നമ്മുടെ യാത്രയുടെ ആറാമത്തെ ദിവസമായി ഇന്ന് കാല് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഞാൻ റെസ്റ്റ് കൊടുക്കാൻ ഓർത്തു. അങ്ങനെ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ രണ്ട് കപ്പിൾസ് നിന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം അവിടെ നിന്ന് അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ പതുക്കെ ഒന്ന് അമ്പലം റൗണ്ട് അടിച്ചിട്ട് വരാമെന്നുള്ള മൈൻഡോടുകൂടി ഞാൻ അങ്ങ് ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഞാൻ ഈ അമ്പലത്തിലും പള്ളിയിലൊക്കെ എപ്പോഴും പോകുന്ന ഒരാളല്ല. പക്ഷേ ഈ അമ്പലത്തിലും പള്ളിയിലൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക പോസിറ്റീവ് വൈബ് എന്നാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമുക്ക് മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. അങ്ങനെ ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ നമ്മുടെ കപ്പിൾസ് പിന്നെ അവിടെ നിന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ ഓരോ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ കുറേ നേരമായിട്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഈ കാണുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രം. ഇവിടെ രണ്ട് പ്രതിഷ്ഠയുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണു ആണെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് സമൃദ്ധിയുടെയും പോഷണത്തിന്റെയും ദേവതയായ അന്നപൂർണേശ്വരി എന്ന ദേവിക്കാണ്. സർവ്വസമൃദ്ധിയുടെയും ഭഗവതിയായ അന്നപൂർണേശ്വരി ദേവി പാർവതി ദേവിയുടെ ഒരു മൂർത്തിഭേദമാണ്. ആദിപരാശക്തി ദേവിയുടെ ആഹാരം നൽകുന്ന മാതൃഭാവമായിട്ടാണ് ഇവിടെയുള്ള ആളുകൾ ഈ അന്നപൂർണേശ്വരി ദേവിയെ കാണുന്നത്. ഒരു കൈയിൽ അന്നപാത്രവും മറുകൈയിൽ കരണ്ടിയും വഹിച്ചിരിക്കുന്ന രൂപമാണ് ഭഗവതിയുടേത്. ശംഖ്, താമര, അന്നപാത്രം, കരണ്ടി എന്നിവ ധരിച്ച് 4 കൈകളോട് കൂടിയ ഒരു സങ്കല്പവും ചില രൂപശില്പങ്ങളിൽ കാണുന്നുണ്ട്. സർവർക്കും ആഹാരം നൽകുന്ന പ്രകൃതിയാണ് അന്നപൂർണ എന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട്. ഇനി ഇതിന്റെ പിന്നിലുള്ള കഥ എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. സ്ഥലത്തെ ഐതിഹ്യങ്ങൾ അനുസരിച്ച് പരശുരാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. കാശിയിലെ അന്നപൂർണേശ്വരി 3 തോഴിമാരും ഒരുപാട് ഭക്തരുമായി ഒരു കപ്പലിൽ ഇങ്ങോട്ട് വന്നുവെന്നും പിന്നീട് ഇന്ന് ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തേക്ക് ഭഗവതി വന്നുവെന്നുമാണ് വിശ്വാസം. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നിന്നും പരമശിവൻ തന്റെ ഭാര്യയായ അന്നപൂർണേശ്വരിയെ സന്ദർശിക്കാൻ ദിവസവും അത്താഴ പൂജയ്ക്ക് ശേഷം ചെറുകുന്നിലെത്തുമെന്നാണ് സങ്കല്പം. അതുപോലെ തന്നെ ഇവിടെ 2 നേരം പ്രസാദകൂട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാട് അന്നദാനമാണ്. പരാശക്തിയുടെ അന്നപൂർണ ഭാവത്തിന്റെ പിന്നിലുള്ള കഥ ഇങ്ങനെയാണ്. തൻ്റെ ഭിക്ഷാടന യോഗത്തെക്കുറിച്ച് ചിന്താമഗ്നനായിരുന്ന മഹാദേവൻ ഒരിക്കൽ ഭക്ഷണത്തിന് പ്രാധാന്യമില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. ഭക്ഷണമില്ലാതെയും ജീവിക്കാനാകുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഭക്ഷണത്തിനുള്ള പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ പാർവതി തീരുമാനിച്ചു. ഇതിനായി ശക്തി സ്വരൂപിണിയായ ഭഗവതി സ്വയം അപ്രത്യക്ഷമായി. അതോടെ ഭൂമിയിലുള്ള സകല ഭക്ഷണത്തിന്റെ സ്രോതസ്സുകളും അപ്രത്യക്ഷമായി. അധികം വൈകാതെ തന്നെ ശിവന് ഭക്ഷണത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ബോധിച്ചു. ഭിക്ഷാടനത്തിന് പോയിട്ടും മഹാദേവന് ഭിക്ഷയായി ഒന്നും ലഭിച്ചില്ല. ആളുകൾ ദരിദ്രരായി മാറി. വിശന്ന് വലഞ്ഞ മഹാദേവൻ ദേവി ഐശ്വര്യദായിനിയായി കാശിയിൽ പ്രത്യക്ഷപ്പെട്ട് എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നതായി അറിഞ്ഞു. പാർവതിക്ക് മുന്നിൽ ഭക്ഷണം ലഭിക്കാൻ പാത്രവുമായി യാചിച്ചു നിൽക്കേണ്ടിയും വന്നു. ഭക്ഷണത്തിന്റെ ദേവിയായി പാർവതി മാറിയത് ഇങ്ങനെയാണ്. അന്നപൂർണേശ്വരിയായും ശരീരത്തിന് പോഷണം നൽകുന്നവളായും അറിയപ്പെടുന്നു. അത്യന്തം സന്തുഷ്ടനായ ഭഗവാൻ ഉടനെ ഭഗവതിയെ പ്രേമാധിക്യത്തോടു കൂടി കെട്ടിപ്പുണർന്നു. അപ്പോൾ അവരുടെ ശരീരങ്ങൾ പരസ്പരം യോജിച്ച് ഐക്യം പ്രാപിച്ചു. ശിവൻ അങ്ങനെയാണത്രേ അർദ്ധനാരീശ്വരനായി മാറിയത്. വല്ലഭൻ രണ്ടാമനാണ് അന്നപൂർണേശ്വരി ക്ഷേത്രം പണി കഴിപ്പിച്ചത്. കാലപ്പഴക്കത്താൽ ക്ഷേത്രം നശിക്കാറായപ്പോൾ 1866 അവിട്ടം തിരുനാൾ രാജാവ് ക്ഷേത്ര പുനർനിർമ്മാണം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ കാലശേഷം കേരളവർമ്മ രാജാവ് പണി പൂർത്തിയാക്കി. വിഷുവിളക്ക് ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിത്. മേടസംക്രമം മുതൽ മേടം 7-ാം തീയതി വരെയാണ് ഉത്സവം. മേടം 2-ാം തീയതി ചെറുകുന്ന്, 3-ാം തീയതി കണ്ണപുരം, 4-ാം തീയതി ഇരിണാവ്, 6-ാം തീയതി പറശ്ശിനി എന്നീ ദേശവാസികളുടെ വക കാഴ്ചവരവും വെടിമരുന്ന് പ്രയോഗവും ഉണ്ടാവാറുണ്ട്. ഈ ഉത്സവത്തിലെ പ്രധാന ആകർഷണം ക്ഷേത്രത്തിന് മുന്നിലും ചുറ്റിലുമായി നിർമ്മിക്കുന്ന വട്ടപ്പന്തലാണ്. വട്ടപ്പന്തലിന് തുടക്കം കുറിക്കുന്നത് എല്ലാ വർഷവും മലയാള മാസം ധനു 2-ാം തീയതിയാണ്. പന്തലിന് ആവശ്യമായ 111 തേക്കിൻ തൂണുകൾ നാട്ടുകാരുടെ ശ്രമദാനമായി ഉയർത്തുകയും ചെയ്യും. തുടർന്ന് 7500 മടൽ മെടഞ്ഞ ഓല, 2000-ഓളം മുള എന്നിവ ഉപയോഗിച്ച് ഏകദേശം 100-ൽ പരം മനുഷ്യാധ്വാനം പന്തലിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമാണ്. ഏകദേശം 1 മാസത്തോളം സമയമെടുത്താണ് വട്ടപ്പന്തൽ നിർമ്മിക്കുന്നത്. 1500-ൽ കൂടുതൽ വർഷം പഴക്കമുള്ള ഈ അമ്പലം ഇപ്പോഴും അതിന്റെ പ്രൗഢി കാത്തു സൂക്ഷിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും എൻ്റെ കാല് വയ്യാതെ ഒരു ദിവസം ഇവിടെ സ്റ്റേ അടിച്ചുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഈ അമ്പലത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. അങ്ങനെ ഇന്നൊരു ദിവസം കൂടി ഇവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ നമ്മൾ നേരെ കണ്ണൂരിലേക്ക് പോവുകയാണ്.